അങ്ങനെ സുനന്ദ സുഭാഷിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. പക്ഷേ അവിടുന്ന് പറഞ്ഞയച്ചതിനും സ്വീകരിക്കാതിരുന്നതിനൊക്കെ സുനന്ദ സുഭാഷേട്ടനോട് പിണങ്ങാനോ മിണ്ടാതിരിക്കാനോ ഒന്നും പോകുന്നില്ല. ഇനിയും പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടാവും സുനന്ദയ്ക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെയും കൂട്ടി ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇതാണ് എൻ്റെ മാമൻ, ഇതാണ് എൻ്റെ കസിൻസ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ പരിചയപ്പെടുത്താനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സുഭാഷേട്ടനും സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെ അവരോട് കമ്പനി ആവാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സുഭാഷേട്ടനോട് എല്ലാവരും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്, കിട്ടിയ ഒരു ചാൻസ് പാഴാക്കിയതിൻ്റെ പേരിൽ. പക്ഷേ സുഭാഷേട്ടനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. സുഭാഷേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ സുഭാഷേട്ടന് സുനന്ദയെ ശരിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരാളെ നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നല്ലത് വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഈ സുനന്ദ അച്ഛനും അമ്മയും കണ്ടുവച്ച ആ കല്യാണം വേണ്ടാന്ന് വെച്ച് സുഭാഷേട്ടനെ കല്യാണം കഴിച്ചാൽ സുനന്ദയ്ക്ക് സുനന്ദയുടെ അച്ഛനും അമ്മയും നഷ്ടമാവും. ഒപ്പം തന്നെ ആ ഒരു നല്ല ലൈഫ്, കിട്ടാനിരുന്ന ഒരു നല്ല ജീവിതം, നല്ലൊരു സൗകര്യമുള്ള ജീവിതം എല്ലാം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു വീട്ടിലേക്കാണ് കല്യാണം കഴിഞ്ഞ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് സുഭാഷേട്ടൻ ആലോചിക്കുന്നത്. സുഭാഷേട്ടനെ കിട്ടി എന്നൊരു നല്ലത് മാത്രമേ സുനന്ദയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് സുഭാഷേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് മാത്രമല്ല സുഭാഷേട്ടൻ ഒരു പാവം ആയതുകൊണ്ട് ആകെയുള്ള റിലേറ്റീവ്സ് ഈ അമ്മായും വല്യച്ഛനും മാമനൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിൽ അവരെ ഒന്നുകൂടെ നന്നായി വെറുപ്പിച്ച് അങ്ങനെ ഒരു മോശം ക്യാരക്ടർ ആവാൻ സുഭാഷേട്ടന് താല്പര്യവുമില്ല. പിന്നെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നാണം കേടും, എല്ലാവരുടെ നാണക്കേടിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ കാരണം സുഭാഷേട്ടനായിട്ട് മാറും. അപ്പോൾ അതൊന്നും സുഭാഷേട്ടൻ്റെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്തതെന്ന് അനിയന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സുഭാഷേട്ടൻ പറയുന്നത്. പക്ഷേ ശരിക്കും കഥ എന്താണെന്ന് വെച്ചാൽ ഈ സുഭാഷേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ എല്ലാവരെയും സേവ് ചെയ്യാനുള്ളൊരു ക്യാരക്ടറാണ്. അല്ലാതെ സ്വന്തം സന്തോഷം എന്താണെന്ന് നോക്കുക, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ഒരു ക്യാരക്ടറല്ല. എല്ലാവരെയും സേഫ് ആക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇപ്പോൾ സുനന്ദയുടെ കാര്യത്തിലും സുഭാഷേട്ടൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കാണുന്ന നമ്മളെ പോലെയുള്ളവർക്ക് എന്തായാലും നല്ല നിരാശയായി ഈ കല്യാണം നടക്കാത്തതിൽ. നമ്മളുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ ആകെ നശിച്ചു, ഇനി കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സുനന്ദ പോവും, പക്ഷേ അടുത്ത ഹീറോയിൻ സുഭാഷേട്ടന് വരും. സുഭാഷേട്ടൻ എന്തായാലും പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വേറെയും പെൺകുട്ടികളൊക്കെ സുഭാഷേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരും. കൂടെ തന്നെ സുഭാഷേട്ടൻ്റെ ഈ ഒരു സങ്കടമൊന്നും എന്തായാലും പെർമനൻ്റ് അല്ലല്ലോ. അടുത്ത എപ്പിസോഡ്സിൽ തന്നെ അനിയന്മാരെല്ലാവരും ചേർന്ന് സുഭാഷേട്ടനെ നല്ല കൂളാക്കാനൊക്കെ പോകുന്നുണ്ട്. നിധിയും എല്ലാവരും ചേർന്ന് പഴയതുപോലെ ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ പോകുന്നുണ്ട്. കഥ എന്തായാലും ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. സുനന്ദ പോകുന്നു എന്ന് വെച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ക്യാരക്ടറിന് ഇനി എന്തായാലും ഇമ്പോർട്ടൻസ് കുറയും. ഇടയ്ക്കിടയ്ക്ക് വന്നു പോവേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്ക് സുനന്ദ വന്നു പോകുന്ന സീൻ കാണുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. കാരണം കഥ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പഴയ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ചെറിയ ബോറടി ആയിട്ടും തോന്നാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ സീനൊന്നും കണ്ട് ആരും നിരാശപ്പെടേണ്ട. എന്തായാലും കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനിയും കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.